പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. താറാവുകളെ കൊല്ലുന്നതിൽ യോഗം തീരുമാനമെടുക്കും. ഗ്യാസ് ചേമ്പർ സംവിധാനത്തിന് ചെലവ് കൂടുതലായതിനാൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാനാണ് സാധ്യത. ആ റിപ്പോർട്ടിലേക്ക് കൂടി. നിരണം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് എരത്തോടിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. വാർഡ് 11-ൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഭോപ്പാലിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 2 കർഷകരുടെ താറാവും കുഞ്ഞുങ്ങളാണ് കൂട്ടത്തോടെ ചത്തത്. ഇരുവരുടെയും 4000-ഓളം താറാവുകളെ കൊല്ലേണ്ടിവരും. വിഷയത്തിൽ നിരണം ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര യോഗം ഇന്ന് ചേരുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനീഷ് അറിയിച്ചു. സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകളെ ഗ്യാസ് ചേമ്പർ സംവിധാനം ഉപയോഗിച്ച് നശിപ്പിച്ചതുപോലെ വാർഡ് 11-ൽ കഴിയില്ലെന്നും ഇതിന് ചെലവ് കൂടുതലാണെന്നും അനുയോജ്യമായ ഭൂമി കണ്ടെത്തി താറാവുകളെ സംസ്കരിക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനീഷ് വ്യക്തമാക്കി. ഇവിടെ അതുതന്നെയല്ല, ഈ ദഹിപ്പിക്കാൻ വേണ്ടി ദഹനപ്പെട്ടിക്കകത്ത് 100 താറാവിനെ മാത്രമാണ് ഒരു ദഹനപ്പെട്ടിക്കകത്ത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് സമയവും എടുക്കും. അപ്പോൾ ദഹിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതായിരിക്കും. വയലിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ച 4000-ഓളം താറാവുകളുള്ളത്. ഇന്ന് തന്നെ താറാവുകളെ കൊല്ലാനുള്ള നടപടിയായിരിക്കും നിരണം ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുക. റിപ്പോർട്ടർ, പത്തനംതിട്ട.